ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പാർട്ട് 1 ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം: ഇന്ത്യ ചാന്ദ്രയാൻ 1 വിക്ഷേപണം നടത്തിയ വർഷം എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. അടുത്ത ചോദ്യം: ഇന്ത്യ ചാന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയ വർഷം? ഉത്തരം 2019 ജൂലൈ 22. 2019 ജൂലൈ 22. അടുത്ത ചോദ്യം: ഇന്ത്യ ചാന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയ സ്ഥലം? ഇന്ത്യ ചാന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയ സ്ഥലം? ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ഉത്തരം ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ISROയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യം? ഉത്തരം ചാന്ദ്രയാൻ 3. ഉത്തരം ചാന്ദ്രയാൻ 3. അടുത്ത ചോദ്യം: ചാന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ? ചാന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ? ഉത്തരം P. വീരമുത്തുവേൽ. ഉത്തരം P. വീരമുത്തുവേൽ. ISRO നിലവിൽ വന്ന വർഷം? ISRO നിലവിൽ വന്ന വർഷം? ഉത്തരം 1969 ഓഗസ്റ്റ് 15. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസം ഓഗസ്റ്റ് 15. ISROയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം? ഉത്തരം ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം: ISROയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? ഉത്തരം തിരുവനന്തപുരത്തെ തുമ്പ. ഉത്തരം തിരുവനന്തപുരത്തെ തുമ്പ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്? ഉത്തരം ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം: ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം? ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം? ഉത്തരം 1979 രോഹിണി. അടുത്ത ചോദ്യം: ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം? ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യ കൃത്രിമോപഗ്രഹം? ഉത്തരം രോഹിണി. ഉത്തരം രോഹിണി. അടുത്ത ചോദ്യം: സൂര്യനാണ് പ്രപഞ്ച കേന്ദ്രം എന്ന് ആദ്യമേ വാദിച്ചത് ആരാണ്? ഉത്തരം കോപ്പർനിക്കസ്. അടുത്ത ചോദ്യം: നാസയുടെ പൂർണ്ണരൂപം എന്താണ്? നാസയുടെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത ചോദ്യം: ഭൂമി ഒരു വട്ടം സ്വയം കറങ്ങാനെടുക്കുന്ന സമയം? ഉത്തരം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. അടുത്ത ചോദ്യം: ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാനെടുക്കുന്ന സമയം? ഉത്തരം 365 ദിവസം 6 മണിക്കൂർ 4 മിനിറ്റ്. അടുത്ത ചോദ്യം: ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വംശജയായ വനിത? ഉത്തരം കൽപ്പന ചൗള. ഉത്തരം കൽപ്പന ചൗള. അടുത്ത ചോദ്യം: രണ്ടാമതായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ഉത്തരം സുനിത വില്യംസ്. അടുത്ത ചോദ്യം: ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ്. ഉത്തരം സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് തങ്ങിയ ഇന്ത്യൻ വനിത? ഉത്തരം സുനിത വില്യംസ്. അടുത്ത ചോദ്യം: ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഉത്തരം ഭൂമി. ഉത്തരം ഭൂമി. അടുത്ത ചോദ്യം: ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ആകർഷകമായ വലയങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശനി. ഉത്തരം ശനി. അടുത്ത ചോദ്യം: ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം? ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം? ഉത്തരം കറുപ്പ്. അടുത്ത ചോദ്യം: മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത്? മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. നിങ്ങൾക്കായുള്ള ബോണസ് ചോദ്യം ഇതാണ്. എല്ലാവരും ഉത്തരം കമൻറ്റ് ചെയ്യണം. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.
ഇതുവരെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.